തുടർച്ചയായ വില വർധനവിന് ശേഷം സ്വർണ്ണവിലയിൽ ഇന്ന് നേരിയ ഇടിവ്. ഇന്നലെ സർവകാല റെക്കോർഡിലായിരുന്നു സ്വർണം വ്യാപാരം നടത്തിയിരുന്നത്. ഒരു പവൻ സ്വർണത്തിന് 64,560 രൂപയായിരുന്നു വില. ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന നിരക്കാണിത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണികളാണ് സ്വർണ്ണവിലയിൽ സ്വാധീനം ചെലുത്തുന്നത്. ട്രംപിന്റെ താരിഫ് നയം ലോക വ്യാപാര യുദ്ധത്തിലേക്ക് കടക്കുന്നുവെന്ന സൂചനയാണ് നൽകുന്നത്. ഈ ആശങ്കകൾ കാരണം നിക്ഷേപകർ കൂട്ടത്തോടെ സ്വർണത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇത് അന്താരാഷ്ട്ര വിപണിയിലെ സ്വർണത്തിന്റെ വിലയെ കാര്യമായി സ്വാധീനിച്ചു. അന്താരാഷ്ട്ര വിപണിയിലെ വിലയാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചത്. ഇന്നൊരു ഗ്രാം സ്വർണത്തിന് 45 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഇതോടെ ഇന്നലെ 8,070 രൂപയിലുണ്ടായിരുന്ന ഒരു ഗ്രാം സ്വർണത്തിന് ഇന്ന് 8,025 രൂപയായി. പവന് 360 രൂപയുടെ ഇടിവാണ് ഇന്ന് സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്നത്. ഇതോടെ ഇന്നലത്തെ റെക്കോർഡ് നിരക്കായ 64,560 നിന്നും മാറി 64,200 സ്വർണം വ്യാപാരം നടത്തുന്നത്. 22 ക്യാരറ്റിന്റെ 10 ഗ്രാം സ്വർണം വാങ്ങാൻ ഇന്ന് 80,250 രൂപ ചെലവാകും. ഫെബ്രുവരിയിൽ സ്വർണത്തിന് വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഫെബ്രുവരി 1-ന് 61,960 രൂപയായിരുന്നു വില. വെറും 20 ദിവസം കൊണ്ട് സ്വർണ്ണവിലയിൽ 2,600 രൂപയാണ് വർദ്ധിച്ചത്. 2025 പിറന്ന് 50 ദിവസം കഴിഞ്ഞപ്പോൾ സ്വർണ്ണവിലയിൽ ഉണ്ടായത് 7,360 രൂപയുടെ വർധനവാണ്. ജനുവരി 1-ന് 57,200 എന്ന നിരക്കിലാണ് സ്വർണ്ണ വ്യാപാരം നടത്തിയിരുന്നത്. ജനുവരി 22-നാണ് സ്വർണ്ണവില ആദ്യമായി 60,000 എന്ന മാന്ത്രിക സംഖ്യ പിന്നിട്ടത്. പിന്നീട് ഇതിന് താഴേക്ക് സ്വർണ്ണവില എത്തിയിട്ടില്ല. ജനുവരി 31-ന് ആദ്യമായി 61,000 പിന്നിട്ട സ്വർണ്ണവില ഫെബ്രുവരി 4-ന് 62,000, ഫെബ്രുവരി 5-ന് 63,000, ഫെബ്രുവരി 11-ന് 64,000 കടന്നു. ഫെബ്രുവരി 3-ാം തീയതി രേഖപ്പെടുത്തിയ 61,640 ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വില. സ്വർണ്ണവില വരും ദിവസങ്ങളിൽ ഉയർന്നു തന്നെ നിൽക്കുമെന്നാണ് വിപണിയിൽ നിന്നുള്ള വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. നേരിയ ചാഞ്ചാട്ടം ഉണ്ടാവുമെങ്കിലും ഉപഭോക്താക്കൾക്ക് ആശ്വസിക്കാവുന്ന തരത്തിലൊരു വിലയിടിവ് ഇനി സ്വർണത്തിന് പ്രതീക്ഷിക്കേണ്ടതില്ല. ട്രംപിന്റെ നയമാറ്റം, ഡോളറിനെതിരെ രൂപ ശക്തിപ്പെടൽ എന്നിവ സംഭവിച്ചാൽ സ്വർണത്തിന് വിലയിടിവ് പ്രതീക്ഷിക്കാം.